പുതിയ പവർ ടീം വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് ശരിക്കും പറഞ്ഞ ഋഷിയെ പറ്റിച്ച് ആദ്യം മിണ്ടാതിരുന്ന് ഋഷി ഫുൾ ടീമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് 4 പേരെ പറ്റത്തുള്ളൂ എന്ന് പവർ ടീമിനകത്ത്. അവസാനം പ്ലാനൊക്കെ പാറി 2 പേരെ മാറ്റുകയും ചെയ്തു. എന്നാലും പ്ലാനിനകത്ത് ശ്രീരേഖ ശരണ്യൊന്നും ഇല്ല. ഇവിടെ റസ്മിൻ ഇപ്പോഴാണ് പെട്ടെന്നൊരു ബോധോദയം വന്നത്. ജാസ്മിനും ഗബ്രിയും ഡ്രാമയാണ് കളിക്കുന്നത്. അത് പോയി ഇപ്പോൾ ഈ സമയത്ത് ജാസ്മിനോട് പോയി പറഞ്ഞേക്കുന്നത് വല്ല ആവശ്യമുണ്ടോ? പിന്നെ ഋഷി അൻസിബ പറയുന്ന പോലെ നിൽക്കും, നടക്കും. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, അവരിങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ വേണം ഉത്തരം പറയാൻ എന്നാണ് ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഋഷി എങ്ങനെയാണ്, ഒരു റോബോട്ട് ആയിരിക്കുമോ മറ്റുള്ളവരുടെ, അതോ ഋഷി സ്വന്തമായിട്ട് തീരുമാനം എടുക്കുമോ എന്ന് കണ്ടറിയാം. ഇപ്പോൾ ഈ സമയത്ത് അവിടെയുള്ള ആൾക്കാർക്ക് കളിക്കാൻ പറ്റും. ഈ സമയം ഉപയോഗിച്ച് കളിച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ആഴ്ചയാണ് പ്രേക്ഷകർ തീരുമാനിക്കുന്ന ആഴ്ച. ടോപ്പ് 5 സത്യമാണ് ഞാൻ പറഞ്ഞത്. ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 നമുക്ക് കിട്ടാൻ പോകുന്ന ആഴ്ചയാണിത്. ഈ ആഴ്ച കളിച്ചില്ലെങ്കിൽ നിങ്ങളെ എല്ലാ ആൾക്കാരും താഴെയിടും, ഉറപ്പിച്ചോ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ സമയം, ഈ ആഴ്ച നിർണായക ആഴ്ചയാണ്. ഗബ്രി എവിക്റ്റായി ആ സ്പേസിൽ കയറി ആർക്ക് വേണമെങ്കിലും കളിക്കാം. ജാസ്മിനും ജിൻഡോയും ഒഴിച്ച് ബാക്കി അവർ കളിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആർക്ക് വേണോ ആ സ്പേസിൽ കളിക്കാം. കളിച്ചില്ലെങ്കിൽ എല്ലാവരെയും മിക്കവാറും പ്രേക്ഷകർ തള്ളിക്കളയും. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ റസ്മിന് പെട്ടെന്നൊരു ഭൂതോദയം. അയ്യോ, ഭൂതോദയം അല്ല, സാറ്റർഡേ അഭിഷേക് പറഞ്ഞു നീ പുറത്ത് നെഗറ്റീവാണ്, കാരണം ജാസ്മിൻ ഗബ്രി കോമ്പോനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്. അതെ, ഈ ഒരു സംഭവം റസ്മിൻ അറിഞ്ഞത് മറ്റേ വെള്ളിയാഴ്ചയാണ്, അതായത് ഡ്രൈ ഡേ എന്നാണ് അഭിഷേക് ഇതൊക്കെ പറഞ്ഞത്. അപ്പം നോറ 2 മണിക്കൂർ ക്ലാസ്സൊക്കെ കൊടുത്ത് അതിനുശേഷം പറ്റിയ സമയം പോയി ജാസ്മിനോട് ചോദിക്കാൻ. ഗബ്രി ഔട്ടായി ഇരിക്കുന്ന സമയത്ത് പോയി ചോദിച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ ജാസ്മിൻ ഭയങ്കരമായിട്ട് ഗെയിമിലേക്ക് നിന്ന് കളിക്കുന്ന സമയത്ത് പോയി ചോദിക്കുക. ഇപ്പോൾ പോയി ചോദിച്ചു കഴിഞ്ഞിട്ട്, അതായത് ഞാൻ ജാസ്മിനെ പിന്തുണയ്ക്കുന്നില്ല, ഇനി ജാസ്മിൻ പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് നെഗറ്റീവ് ആവാൻ പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതുപോലെ തോന്നി. നീ ഫേക്കാണ്, നിങ്ങളുടെ കോംബോ ഫേക്കാണെന്നാണ് പറ്റുക. ഒന്നാമത് ജാസ്മിൻ അവിടെ എവിടെ ഗബ്രി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ആ വേഷത്തിൽ തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് എന്തായിരിക്കും അവസ്ഥ? പുറത്ത് എങ്ങനെയായിരിക്കും റസ്മിനെ കുറിച്ച് കാണുന്നത്? അപ്പോൾ നീ ഡ്രാമ കളിക്കുന്നെന്നാണ് എനിക്ക് തോന്നിയത്. ആര് പറഞ്ഞു എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് എനിക്ക് അടുക്കണമെന്നുണ്ട്. ഇത് ഇന്നലെ രാത്രി അപ്സരയോട് ഈ റസ്മിൻ പറയാണ്, എനിക്ക് ജാസ്മിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എവിടെയൊക്കെയോ മനസ്സ്. ഇത്രയും നാള് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു ഇതുമില്ല, തെറ്റല്ല അവർ ചെയ്യുന്നത്, അവർ ചെയ്ത ശരിയാണ്, പുറത്ത് ആരെ ഉണ്ടായാലും കുഴപ്പമില്ല, ഞാൻ പുറത്ത് ആരെ കമ്മിറ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല, ക്ലാരിറ്റി ഇല്ലാത്തത് തന്നെയാണ് അവരുടെ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞു നിന്ന റസ്മിൻ എന്താ ഒരു മാറ്റം. പവർ റൂമിൽ കയറുകയും ചെയ്തു. നിങ്ങൾ പറ, ഇവിടെ എന്താണ് റസ്മിൻ്റെ സ്റ്റാൻഡ്? അതായത് നമ്മളെ കാണിക്കുന്നതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ ഈ ഫേക്ക് കളിച്ച ജാസ്മിൻ്റെ കൂടെ ഇല്ല, ഇപ്പം മാറി എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ മാറിയിട്ടുണ്ട്. ഗെയിം ചേഞ്ച് ചെയ്തു. റസ്മിൻ ഗെയിം ചേഞ്ച് ചെയ്തു. ഇപ്പം നോറയുടെ കൂടെയാണ്, കാര്യം പവർ ടീമിലേക്ക് കയറുകയും ചെയ്തല്ലോ. അപ്പോൾ അതാണ് അവസ്ഥ. ഇനി അൻസിബ നോറയും കൂടെ ഋഷിനെ ആരെ എങ്ങനെ സംസാരിക്കണം, ഇത് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ഉത്തരം പറയണം, ഇതിനെയൊക്കെ ഇവരെയൊക്കെ. അപ്പോൾ ഋഷിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിയണോ, ഞാൻ ഇങ്ങോട്ട് തിരിയണോ, ഞാൻ അവരെ ഇട്ടാൽ കുഴപ്പമുണ്ടോ, ഞാൻ ഇവരെ ഈ ടീമിൽ ഇട്ടാൽ കുഴപ്പമുണ്ടോ, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അൻസിബ നീ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നേരെ ഇങ്ങനെ തിരിഞ്ഞാലേ കറക്റ്റ് നടക്കുള്ളൂ. ഇതാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് തുടക്കത്തിൽ. ഇനി നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും ഋഷിയുടെ ക്യാപ്റ്റൻസി എന്ന്. ഇപ്പം അവരെല്ലാവരും പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ഋഷി നിൽക്കുന്നത്. ഋഷിക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ശരിയടാ ഞാൻ നോക്കിക്കോളാം, അൻസിബ വിട്ടേക്ക്, നോറ വിട്ടേക്ക്, ക്യാപ്റ്റൻ ഞാനാണ്, ഞാൻ തെളിയിക്കും, പ്രൂവ് ചെയ്യും ഞാൻ ക്യാപ്റ്റൻസി ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെ പൊട്ട തീരുമാനമാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം, അത് എൻ്റെ തലയിൽ ഇട്ടേക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ തീരും, പൊട്ട തീരും. ഇതുവരെ വന്ന ക്യാപ്റ്റനൊക്കെ ഭയങ്കര എല്ലാവരും തെറ്റുകളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാനും എൻ്റെതായിട്ടുള്ള തെറ്റും ശരിയൊക്കെ ഞാനും ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ മതി, കഴിഞ്ഞ്. ഇവിടെ ലീവിങ് ഏരിയയിൽ ബിഗ് ബോസ് വിളിച്ചു വരുത്തുന്നു. 9ാം ആഴ്ചയിലെ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ടുള്ള സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയെങ്കിലും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് 9ാം ആഴ്ചയിലെ സ്ഥാനാരോഹണം നടക്കുന്നുണ്ട്. നമ്മുടെ റസ്മിൻ ക്യാപ്റ്റൻ പാട്ട് ധരിപ്പിക്കുക. അപ്പോൾ അൻസിബ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഹേയ്സ രുദ്രസ, ഹേയ്സ എന്തിന് അൻസിബ പാട്ട്. അൻസിബയ്ക്ക്
അൻസിബയുടെ ഒരു പ്രത്യേകത, അൻസിബയുടെ കൂടെ നിൽക്കുകയും അൻസിബേനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ അൻസിബ ഭയങ്കരമായ നല്ല രീതിയിൽ പട്ടൊക്കെ പൊതിഞ്ഞ് നല്ല ഭംഗിയാക്കി നന്നായിട്ട് പ്ലേസ് ചെയ്യും പ്രേക്ഷകരുടെ മുന്നിൽ. അവർ നല്ലൊരാളാണ്, അവർ ഇത്ര ക്വാളിറ്റീസ്. പക്ഷേ അൻസിബയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ അവരുടെ പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അവരുടെ നെഗറ്റീവ്സ് ഒക്കെ കണ്ടുപിടിച്ച് പറയും. ഇവരുടെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കൂല, ഇവരെ പോസിറ്റീവ് പോയിന്റ്സ് പറഞ്ഞ് ഇവരെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യും. ഇവരെ മാക്സിമം ഇവരുടെ നെഗറ്റീവ്സ് കറക്റ്റ് പോയിന്റ്സ് ഒക്കെ പറയുള്ളൂ. ആ പോയിന്റ്സ് പറഞ്ഞ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇതാണ് അൻസിബയുടെ ഗെയിം. അപ്പോൾ അൻസിബയുടെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഋഷീനെ അവിടെ ഇരുത്തുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഋഷിയുടെ കുറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അൻസിബ എന്ത് അറിയാമോ, നമുക്ക് മോശം തോന്നാത്ത രീതിയിലുള്ള നെഗറ്റീവ്സ് മാത്രം, അത് പുള്ളിക്കാരിക്ക് പ്ലേസ് ചെയ്യാൻ അറിയാം. വേർഡ്സ് വർത്തമാനം പറയാനറിയാം. വർത്തമാനം എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണം എന്ന് നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു വ്യക്തിയാണ് അൻസിബ. ഇതൊരു വർത്തമാനത്തിൻ്റെ ഒരു ഗെയിം ഷോയും കൂടിയാണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്നതനുസരിച്ചിരിക്കും നമ്മളെ ആൾക്കാർ വിലയിരുത്തുന്നതും. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഋഷി, ഞാൻ 6 പേരെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് കുഴപ്പമുണ്ടോ പവർ ടീമിന്? ഒരു ആൻസറും ഇല്ലേ? അപ്പം എന്നാ വന്നോളൂ. അൻസിബ, നോറ, റസ്മിൻ, അഭിഷേക്, സായി. സായിയോ എവിടെ നിന്ന്? നന്ദന. അയ്യോ എന്നിട്ട് കാരണേ എന്നൊക്കെ നന്ദന ചാടി, ഞാൻ അറിഞ്ഞില്ല കേട്ടാ, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് 4 പേരെ പറ്റത്തുള്ളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഋഷി നല്ല പ്ലാൻ ആയിരുന്നു, പക്ഷേ 4 പേരെ പറ്റത്തുള്ളൂ. ബിഗ് ബോസ് അത് നേരത്തെ പറയാമായിരുന്നു, വെറുതെ ഇങ്ങനെയിട്ട് കളിപ്പിക്കേണ്ടിയിരുന്നില്ല. അപ്പം നന്ദന ഋഷി പറയുന്നത് മുന്നേ ടാറ്റാ ഹായ് ബൈ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നന്ദനയും സായും പോയിരിക്കുന്നു. ഓക്കെ, അപ്പം നോറ, റസ്മിൻ, അഭിഷേക്, അൻസിബ ഇവരാണ് പവർ ടീം. ഇനി ബാക്കിയുള്ള ടീമിനെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് ഋഷി. എന്നാൽ പിന്നെ ഇങ്കി പിങ്കി പോക്കി കളിക്കാം. അപ്പോൾ ഉടനെ തന്നെ ബിഗ് ബോസ്, ഋഷി ഇത് ഇങ്കി പിങ്കി പോക്കി കളിക്കാനുള്ള സ്ഥലമല്ല, 9ാമത്തെ ആഴ്ചയാണ്. പുള്ളിക്കാരൻ ഫുൾ പ്ലാൻഡ് ആണ്. എല്ലാം അൻസിബയോട് ചോദിച്ചിട്ട് നോറയോട് ചോദിച്ചിട്ടൊക്കെ പഠിച്ചു വന്നേക്കുക. എന്നിട്ടാണ് ഇങ്കി പിങ്കി പോകി. പിന്നെ നമ്മളെയാണ് പറ്റിക്കണത്. ഇത്ര നേരം ലൈവ് കൊണ്ടുകൊണ്ടിരുന്ന നമ്മൾ എടുത്തത് പറയൂ. അപ്പോൾ ഉടനെ തന്നെ ഋഷി ടീം സ്പ്ലിറ്റ് ചെയ്യണം. ജിൻഡപ്പനെ പേടിയുണ്ട്. ഇന്നലെ തന്നെ പറഞ്ഞ് എനിക്ക് ജിൻഡപ്പനെ പേടിയാണ്, ഇനി ഞാൻ ഒരിക്കലും റേഷ്യോ മാറ്റൂല, ജിൻഡപ്പന ഒരു ആണ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജിൻഡോനെ അർജുന കൂടെ ഇട്ടു. ഇപ്പോൾ ജിൻഡോയ്ക്ക് ഒരു പരാതിയില്ല. കാര്യം മറ്റു ടീമുകളിലൊക്കെ ഇപ്പം ഏകദേശം ഒരു ആൺകുട്ടി വീതേ ഉള്ളൂ. ജിൻഡോയുടെ ടീമിൽ മാത്രമാണ് 2 ആൺകുട്ടി. അപ്പം അത് അൺഫെയർ അല്ലേ? അൺഫെയർ അല്ലേ? അപ്പം ജിൻഡോ മിണ്ടണില്ല. ഇപ്പം ജിൻഡോ, അർജുൻ, ശ്രീതു ഇത് ഒരു ടീം. ഡെൻ ടീമാണ്. ഇവർ ബാത്റൂമാണ് ചെയ്യുന്നത്. ജാസ്മിൻ, സിജോ, ശ്രീരേഖ, അങ്ങനെ ശ്രീരേഖ പവർ റൂമിൽ നിന്ന് പുറത്ത് വന്നേക്കുകയാണ്. നെക്സ്റ്റ് കിച്ചൺ ടീമാണ്. നന്ദന, അപ്സര, ശരണ്യ, സായി ടണൽ ടീം. അവർ ഫ്ലോറ്. പവർ ടീമിൻ്റെ ബാഡ്ജൊക്കെ ധരിപ്പിച്ച് പാട്ടൊക്കെ പാടി അകത്തേക്ക് കൊണ്ടുവരികയാണ്. ആവേശത്തോടെ അകത്ത് കയറ്റുന്നുണ്ട്. അപ്പം ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ഭയങ്കര വാഗ്ദാനമൊക്കെ കൊടുക്കുന്നു. നോറ തുള്ളിച്ചാടി, തറയിലൊന്നും അല്ല, ഇനി കയറിയിട്ട് കാണാം തുള്ളിച്ചാടുമോ അത് ചൂട് കൊണ്ട് പൊള്ളുമോ എന്നുള്ളത് പവർ ടീമാണ്. പിന്നെ ചലഞ്ചേഴ്സ് വരുന്ന ആഴ്ചയും കൂടി ആണ്, അപ്പം കാണാം. അത് കഴിഞ്ഞിട്ട് സിജോ ഇവിടെ നന്ദനെ പിടിച്ചിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. മോളെ നീ വിഷമിക്കണ്ട, എന്നെ പവർ റൂമിൽ കയററ്റാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് എന്നെ അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു, അത് നടക്കത്തില്ല. രണ്ടാമത്തെ കാരണം ശരണ്യക്ക് എൻ്റെ വോട്ടുകൾ കിട്ടും, അപ്പോൾ പ്രേക്ഷകർ അവളെ പൊക്കിക്കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം ശരണ്യനെ എന്നെ പുറത്തേക്ക് ഇട്ടത്. പിന്നെ അപ്പം നന്ദന, ഞാൻ ചേട്ടാ കരയുന്നുണ്ട് ഭയങ്കര. അപ്പോൾ നന്ദനയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ പേടിയുണ്ട്, വിഷമമല്ല പേടിയുണ്ട് പുറത്താവും എന്നുള്ളത്. നല്ല പേടിയുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ആ പേടിയാണ് നന്ദന അവിടെ കാണിക്കുന്നത്. അപ്പോൾ സിജോ പേടിക്കണ പോലെ നീ കളിച്ചോ, നീ ധൈര്യമായിട്ട് കളിച്ചോ. പക്ഷേ ഇപ്രാവശ്യം പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. നോമിനേഷൻ ലിസ്റ്റിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ ആരെ പുറത്താക്കണമെന്ന്. അപ്പോൾ എന്തായാലും കുറച്ച് സേഫ് ഗെയിമേഴ്സൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ അകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് സമയമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, സേഫ് ഗെയിമേഴ്സ് ആണെങ്കിലും കളിക്കുന്നവരാണെങ്കിലും ഈ ആഴ്ച അവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. അവർ കളിച്ചേ പറ്റൂ. കളിച്ചേ പറ്റില്ലെങ്കിൽ ഈ ആഴ്ച ആൾക്കാർ വിധി എഴുതുന്ന ഒരാഴ്ചയാണിത്. ഈ ആഴ്ച വളരെ പ്രത്യേകതയുള്ള ആഴ്ചയാണ്. ചലഞ്ചേഴ്സ് വരുന്നുണ്ട്, അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റും. ഈ ആഴ്ചയൊക്കെയാണ്, കഴിഞ്ഞ സീസണിൽ ചലഞ്ചേഴ്സ് വരുന്ന ആഴ്ചയിലാണ് ജുനൈസൊക്കെ കയറി വന്നത് നല്ല രീതിയിൽ. അപ്പോൾ കയറി വന്നാൽ ടോപ്പ് 5 ഉറപ്പിക്കാം അവർക്ക്. ഈ ആഴ്ച കയറി വരുന്നവർ വാ തുറന്ന് വലതും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 5 ഉറപ്പിക്കാം. ഞാൻ ജിൻഡോയുടെയും ജാസ്മിൻ്റെയും കാര്യമല്ല പറഞ്ഞത്, ബാക്കിയുള്ളവരുടെ. അവർ ഓൾറെഡി കണ്ടന്റ് മേക്ക് ചെയ്ത് പ്ലേസ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കൊരു പ്ലേസ് അവർ ഉണ്ടാക്കി കഴിഞ്ഞു. അതല്ല അവരുടെ ബാക്കിയുള്ളവരുടെ കാര്യം. അല്ലെങ്കിൽ അവരെയും പ്രേക്ഷകർ ഈ സേഫ് ഗെയിമേഴ്സിലേക്ക് തള്ളിയിടും.
ഓൾറെഡി അവർക്ക് നല്ല അവസരമുണ്ട്. കാര്യം പോയവരെല്ലാം ഗെയിമേഴ്സാണ്. പുറത്തായി അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരെല്ലാം കളിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് അതാണ് ഏറ്റവും വലിയ വിഷമം. ഇന്നലെ രതീഷിനെ കുറിച്ച് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തു, വാട്സപ്പ് ചെയ്തു. എന്തെന്ന് ചേച്ചി കാണിക്കുന്നത്, ഇത്രയും നന്നായിട്ട് അയാൾ ഗെയിം കളിക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചാൻസ് കൊടുത്തുകൂടെ, അല്ലെങ്കിൽ ഈ ആഴ്ച, ഞാനതാണ് റിവ്യൂവിൽ പറഞ്ഞത്, ഈ ആഴ്ചയെങ്കിലും പുള്ളിക്കാരന് ഒരു ഓഡിയൻസിൻ്റെ ഒട്ടേക്ക് നോമിനേഷൻ ഇട്ട് കൊടുത്തോ, കുഴപ്പമില്ല, അതെങ്കിലും ചെയ്യാമായിരുന്നു. അയാൾ കളിക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു. അവിടെ കളിക്കാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കാട്ടി എത്രയോ ഭേദം എന്നൊക്കെയാണ് കമൻസ് പറഞ്ഞിരുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഔട്ടാക്കി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കറക്റ്റാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കൊരു പിടിയുമില്ല. ഞാൻ ആദ്യം വിചാരിച്ച ഹോട്ട്സ്റ്റാറിൻ്റെ പോൾ അനുസരിച്ചാണ്, അത് അതൊന്നും പറഞ്ഞതുമില്ല. അപ്പോൾ എനിക്കതിന് ഭയങ്കര ഒരു പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ അയ്യോ എന്ത് പറ്റിയത്, പുള്ളിക്കാരൻ കളിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അവിടെ ഒരുപാട് പേര് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5 പേരേ ഉള്ളൂ, 5 അല്ലെങ്കിൽ അവിടെയുള്ള 10 പേരുണ്ട്. ആ 10 പേര് സൂപ്പറായിട്ട് കളിക്കുന്ന ആൾക്കാർ. എങ്കിൽ ശരി, കുഴപ്പമില്ല, ആ രതീഷ് പൊക്കോട്ട്, കാര്യം അവരൊക്കെ നന്നായിട്ട് കളിക്കും. ഇത് അവരൊട്ട് കളിക്കുന്നുമില്ല, കളിക്കാൻ ആഗ്രഹിച്ച് വന്നവരെ പുറത്താക്കുകയും ചെയ്ത്. അപ്പോൾ പിന്നെ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ, പ്രേക്ഷകർ വോട്ട് ചെയ്ത ആൾക്കാരാണ് എവിക്ഷൻ എന്ന് പറയുന്നത്. അവിടെ രതീഷ് എവിക്റ്റഡ് അല്ല, രതീഷ് ഗസ്റ്റാണ്. അല്ലെങ്കിൽ രതീഷിൻ്റെ നോമിനേഷൻ ഇടണമായിരുന്നു ധൈര്യമായിട്ട്, അല്ലേ? അങ്ങനെ ഇടണം, അല്ലെങ്കിൽ ഈ ആഴ്ച നോമിനേഷൻ ഇടണം. രതീഷേ, അടുത്ത ആഴ്ച നിങ്ങൾ ഡയറക്റ്റ് നോമിനേഷനിലാണ്, കാര്യം നിങ്ങൾ പ്രേക്ഷകർ എടുക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഉറപ്പായിരുന്നു രതീഷിനെ പ്രേക്ഷകർക്കാർ, ബാക്കിയുള്ളവർ സേവ് ആവില്ലെന്ന് ഉറപ്പാണ്. പിന്നല്ലാണ്ട് ഈ സേഫ് ഗെയിമേഴ്സിനെ കാട്ടിയ വോട്ട് എന്തായാലും രതീഷിന് കിട്ടും, അത് ഉറപ്പാണ്. അതിനുള്ള കാര്യങ്ങൾ പുള്ളിക്കാരവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തു, അതുകൊണ്ട് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാം പുറത്തായി. ഇതേപോലെ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് എല്ലാം പുറത്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഗബ്രി പോയിട്ടുണ്ട്, അത് വലിയൊരു വിടവാണ്. അതിനകത്ത് കയറി ആ സ്പേസിൽ, ഗബ്രിയുടെ സ്പേസിൽ കയറി കളിക്കാൻ നല്ല അവസരം, അത് കളഞ്ഞു കുളിച്ചാൽ എനിക്കറിയത്തില്ല. എന്നാൽ പിന്നെ എല്ലാവരും കൂടെ ടോപ്പ് 5ലേക്ക് കയറുന്നതായിരിക്കും നല്ലത്. ഈ ബാക്കിയുള്ള 15 പേരും കൂടെ ടോപ്പ് 5ലേക്ക് കയറിക്കോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.